അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തമ്പനിയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ടല്ല എല്ലാ ഒരുക്കങ്ങളും ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. കാരണം അടുത്ത മാസമൊക്കെ ഇന്റർവ്യൂ പെട്ടെന്ന് ആൾക്കാരെ വരുന്നുണ്ടാവുക. അപ്പോൾ അതിന്റെ മുമ്പായിട്ട് എനിക്ക് എൻ്റെ BMI കറക്റ്റ് ആക്കണം, എൻ്റെ ഫേസ് കറക്റ്റ് ആക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. കാരണം കണ്ടോ ഫേസിൽ പിമ്പിൾസ് ഇപ്പൊ തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം ആദ്യം കയറി വരെ മുഖത്ത് കുരുവാണ്. അപ്പം അതൊക്കെ മാറ്റാനുണ്ട്. പിന്നെ ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാനുണ്ട്. ഇമ്പ്രൂവ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും കുറെ ഇമ്പ്രൂവ് വർത്താനം പറഞ്ഞ് ഇങ്ങനെ ശരിയാക്കണല്ലോ. അപ്പം അത് കറക്റ്റ് ആക്കാനുണ്ട്. പിന്നെ എനിക്കിൻ്റെ BMI എന്റെ വെയിറ്റും ഹൈറ്റും കറക്റ്റ് ആക്കാം. പിന്നെ BMI കറക്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ ഷുഗർ ഡയറ്റ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ഞാൻ എപ്പോഴും ഷുഗർ ഡയറ്റ് ചെയ്യും, പക്ഷെ എനിക്ക് എപ്പോഴും ഫുള്ളാക്കാൻ പറ്റാറില്ല. പ്രാവശ്യം ഫുള്ളാക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഷുഗർ ഡയറ്റ് തുടങ്ങിയാണ്. ഷുഗർ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഷുഗർ കട്ടാക്കിയിരിക്കുകയാണ്. ഒരു തരത്തിൽ ഞാൻ ഷുഗർ കഴിക്കണില്ല. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ ചോറില്ലാതെ എനിക്ക് പറ്റില്ല. അപ്പൊ ഞാൻ കുറച്ച് ചോറ് കഴിക്കും, ബാക്കി ഉപ്പേരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ സ്മൂത്തി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് രാവിലെ. അങ്ങനെ ഓരോ കാര്യങ്ങൾ പതുക്കെ ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. അതിന്റെ കൂടെ ജിമ്മിലേക്ക് പോകണം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ജിമ്മിലേക്ക് പോക്ക് ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് പോസിബിൾ ആയ കാര്യമില്ല. ഞാനും മമ്മിയും ഒപ്പം ജിമ്മിൽ പോകണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് ജിമ്മിലേക്ക് പോവുക. അപ്പൊ ഞാൻ വീട്ടിൽ തന്നെ എന്തൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ കാണിച്ചു തരാൻ പോണത്. വീട്ടിൽ തന്നെ കുറച്ച് എക്സസൈസുകൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളെ ബോഡി ഫുള്ളായിട്ട് നമുക്ക് ഒരു ജിമ്മിൽ പോയ ഒരു ഇതെങ്ങനെയാണോ ആ ഒരു ഔട്ട്പുട്ട് തരുന്ന പോലത്തെ വർക്കൗട്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഞാനിത് എങ്ങനെ ചെയ്യാറ്, എന്ത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന് മുന്നേ ഞാൻ ഈ ഡ്രസ്സ് മാറ്റിയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടൊരു ഡ്രസ്സ് ഇട്ട് വരാം കേട്ടോ. അപ്പൊ ഗൈസ് ഞാൻ എൻ്റെ കോസ്റ്റ്യൂം മാറ്റി വന്നു. ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് കിടന്നാലോ. ഞാൻ ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോണത് അഗാരോന്റെ റീഗൽ വൈബ്രേഷൻ പ്ലേറ്റിലാണ് കേട്ടോ. ഇതിന്റെ കൂടെ നമുക്ക് ഇങ്ങനെ ഒരു പ്ലഗും കിട്ടും കേട്ടോ. ഈ പ്ലഗ് നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു പ്ലഗ് ഇൻ ചെയ്യേണ്ട ഒരു സ്ഥലം ഉണ്ടാവും. അവിടെ പ്ലഗ് ചെയ്ത് ഈ സ്വിച്ച് ഓൺ ആക്കുകയാണ് വേണ്ടത്. അപ്പോൾ തന്നെ നമുക്കിതിൽ ലൈറ്റും അതിന്റെ ഡിജിറ്റൽസും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അത് സ്പീഡ് കൂട്ടാനും കുറക്കാനും അതിന്റെ മിനിറ്റ് കാണിക്കണം കേട്ടോ ഈ സ്ക്രീനിൽ. പിന്നെ ഇതിൽ പ്രോഗ്രാമുകളുണ്ട്. P1, P2, P3, P4, P5 എന്ന് പറഞ്ഞിട്ട് 5 പ്രോഗ്രാം ഉണ്ട് കേട്ടോ ഇതിൽ. പിന്നെ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനുള്ള ബട്ടണാണ്. പിന്നെ നമുക്ക് ഇതുമ്പോൾ തന്നെ പവർ ഓൺ ചെയ്യാനും പവർ ഓഫ് ചെയ്യാനും പറ്റുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കൂടുതൽ യൂസർമാൻ ഉള്ള കാരണം കൊണ്ട് തന്നെ ഇത് നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ടാവും കേട്ടോ. ഇതിന് 1 ഇയർ വാറണ്ടി ഉണ്ട്. പിന്നെ ഇതിൻ്റെ റിമോട്ടാണ്. ഈ റിമോട്ടിൽ ഇത് പവർ ബട്ടണും ഇത് സ്റ്റാർട്ട് ബട്ടണുമാണ് കേട്ടോ. ഇതിന് ചുറ്റോറുള്ള ബട്ടൺ എന്തിനൊക്കെയെന്ന് വെച്ചാൽ ഇത് സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും സ്പീഡ് ഡിക്രീസ് ചെയ്യാനും ടൈം ഇൻക്രീസ് ചെയ്യാനും ടൈം ഡിക്രീസ് ചെയ്യാനുള്ള ബട്ടണാണ് കേട്ടോ ഇത്. പിന്നെ ഇത് ഓരോ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ഷോർട്ട് കട്ടും, ഇത് സ്റ്റോപ്പ് ചെയ്യണ ബട്ടണും, ഇത് മീഡിയം ലോ ഹൈ എന്ന് പറഞ്ഞിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്യണ ബട്ടൺസും ആണ് കേട്ടോ. പിന്നെ ഇതിന്റെ കൂടുതൽ റെസിസ്റ്റൻസ് ബാൻഡാണ് കേട്ടോ. ഈ ബാൻഡ് നമുക്ക് യൂസ് ചെയ്തിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റും. ഇതിന് ബക്കിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സൈഡിൽ വെച്ച് ഇങ്ങനെ ബക്കിൾ ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. നമുക്കിതിന് കൂടെ റിമോട്ടുള്ള കാരണം കൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആക്കാൻ കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സ്റ്റാർട്ട് നിൽക്കുമ്പോൾ തന്നെ ഇത് വൈബ്രേഷൻ അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റോപ്പ് നിൽക്കി അപ്പം തന്നെ വൈബ്രേഷൻ കുറച്ച് കൊടുക്കുന്നത് സ്റ്റോപ്പ് ആവും ചെയ്യും കേട്ടോ. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പീഡ് കൂട്ടാനും കുറക്കാനും നമ്മൾ ആ സ്ക്രീനിൽ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഈ റിമോട്ടിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ നല്ല സ്പീഡ് കുറക്കാനും കൂട്ടാനും ഇതിൽ പറ്റും. പിന്നെ ഇത് മാത്രമല്ല, ഇതിന് 3 ലെവൽസ് ഉണ്ട് സ്പീഡിൻ്റെ, മീഡിയം ലോ ഹൈ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് അതും ഇതേപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റണം കേട്ടോ. ഇതിൻ്റെ അടിയിലൊരു പുഷ് വരുന്ന കാരണം കൊണ്ട് നമുക്ക് ഈ പ്ലേറ്റ് വഴുക്കുമെന്നോ അല്ലെങ്കിൽ ഈ വൈബ്രേഷൻ കൂടുതലായ കാരണം കൊണ്ട് പ്ലേറ്റ് വന്ന് വീഴുമോ എന്നുള്ള പേടിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതുപോലെ ചെയ്യാൻ പറ്റിയ ഞാൻ ചെയ്യണ കുറച്ച് വർക്കൗട്ടുകൾ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ വൈബ്രേഷൻ നമ്മളെ ഫുൾ ബോഡിയിൽ തന്നെ ഏൽക്കും കേട്ടോ. നമ്മളെ കാല്, ഹിപ്പ്, വയറ് എല്ലായിടത്തും ഏറിട്ട് നല്ലൊരു എഫക്റ്റ് ആട്ടോ അതിന് വരുന്നത്.
ഗൈസ് അങ്ങനെ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്ത് പറഞ്ഞിട്ടോ, മുഖത്ത് വേർപ്പൊന്നും കാണാത്തത്. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ജിമ്മിൽ പോയ ഒരവസ്ഥയിലാണ് നിൽക്കാറ്. ഞാൻ ജിമ്മിന് പോയിരുന്നാണല്ലോ, അപ്പോൾ എനിക്കറിയാം എന്തൊക്കെ എഫക്റ്റുകളാണ് വരാറെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ വൈബ്രേറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബോഡി എല്ലായിടത്തും വൈബ്രേറ്റ് ചെയ്യണ കാരണം കൊണ്ട് എല്ലായിടത്തും എഫക്റ്റ് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മൾ യാഗാരൻ്റെ വൈബ്രേഷൻ പ്ലേറ്റ് മേടിച്ച് യൂസ് ആക്കി വെക്കുക. അടിപൊളിയാണ്. ജിമ്മിക്ക് പോകേണ്ട ആവശ്യമേ വരില്ല. ജിമ്മിക്ക് പോകാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഈ ഒരു വൈബ്രേഷൻ പ്ലേറ്റ് അടിപൊളിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കും കാരണമൊക്കെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കാം. എല്ലാവരും പോയിട്ട് മേടിച്ചിട്ട് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. തരാ.